students. The last class we discussed the exercise 4.2 question number 1. Now we are going to question number 2. It's a number of patterns. We want to complete the patterns. Okay. എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ചോ. കഴിഞ്ഞ പാറ്റേൺ ഏതായിരുന്നു? ഡിക്രീസിംഗ് പാറ്റേൺ ആയിരുന്നു. What type of patterns are these ചോദിച്ചു കഴിഞ്ഞാൽ it's a decreasing pattern. Now we are going to next question. Complete this pattern. Complete this number pattern. Number pattern. Okay. So first one is നമ്മൾ ഏതൊക്കെ പാറ്റേൺ ആയിരുന്നു പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ. അതിനകത്ത് എന്താ യൂസ് ചെയ്യുന്നത്? ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ യൂസ് അഡിഷൻ. നെക്സ്റ്റ് ഡിക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ. ഡിക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ യൂസ് സബ്ട്രാക്ഷൻ. നെക്സ്റ്റ് വൺ മോർ ഈസ് ദെയർ ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺ യൂസിംഗ് മൾട്ടിപ്ലിക്കേഷൻ. ജോമെട്രിക്കൽ ഗ്രോത്ത് പാറ്റേൺസ് യൂസ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ട്രാക്ഷൻ ചെയ്തു, അതായത് ഡിക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ ചെയ്തു. നമ്മൾ ഇനി രണ്ടെണ്ണം ഉള്ളത് ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ ആൻഡ് ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺസ്. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1 4 16 64. Look, here is decreasing ആണോ? No, it's increasing pattern. Increase. So in increasing pattern almost നമ്മൾ addition അല്ലെന്നുണ്ടെങ്കിൽ multiplication ആയിരിക്കും വരുന്നത്. So increasing pattern ആകുമ്പോൾ രണ്ട് ടൈപ്പ് വരും. ജോമെട്രിക്കലും വരും, അതേപോലെ എന്താ ജോമെട്രിക്കും വരും. ജോമെട്രിക്കൽ അല്ല, ജോമെട്രിക് വരും. ഇൻക്രീസിംഗ് അഡിഷൻ വരും. ഇൻക്രീസിംഗും ജോമെട്രിക്കും. Geometric, that is plus multiplication. ഈ ടു ഓപ്പറേഷൻസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇത് ഇൻക്രീസിംഗ് ആണ്. ആദ്യം നോക്കുക, ഇത് പ്ലസ് ചെയ്ത് ഒരു കോമൺ നമ്പർ വെച്ച് പ്ലസ് ചെയ്താണോ പോകുന്നത് നോക്കുക. 1 4 16 64. 1ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? അല്ലെങ്കിൽ തിരിച്ച് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 4 - 1. നമ്മൾ മറ്റേത് ഇവിടെ നമ്മോട്ടല്ലേ സബ്ട്രാക്ട് ചെയ്തത്. ഇത് ഇൻക്രീസിംഗ് ആയതുകൊണ്ട് സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് കാണണം 3. ഓക്കെ, നെക്സ്റ്റ് 16 - 4. 6 ന്ന് 4 പോയ 12. അടുത്ത 64ൽ നിന്ന് 16 കുറയ്ക്കുക. 8 4. ഇത് കണ്ടിട്ട് ഒരേ ആദ്യം 3 കൂടുന്നു, പിന്നെ 12 കൂടുന്നു, പിന്നെ 48 കൂടുന്നു. ഒരു കോമ്പിനേഷൻ ഇല്ല അല്ലെ? ഒരു നമ്പേഴ്സ് ഒരു സെയിം നമ്പർ അല്ല, ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു സീരീസ് ആയിട്ടൊന്നും അല്ല കൂടുന്നത്. 4 2 4 2 അങ്ങനെ കൂടുന്നില്ല, അല്ലെ 2 4 2 4 ആ ഒരു ഓർഡർ കൂടുന്നില്ല. ഇത് ഒരു നമ്മൾ ആദ്യം അങ്ങനെ നോക്കണം. നോക്കിയപ്പോൾ 3 കൂടിയെന്നു, നെക്സ്റ്റ് 12 ഇൻക്രീസ് ചെയ്യും, പിന്നെ 16 ഇൻക്രീസ് ചെയ്യും. അപ്പം ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഡിഷൻ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് ഈസ് ജോമെട്രിക് ആയിരിക്കും. ജോമെട്രിക് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലൈ ചെയ്യോ. 1 ടേബിൾ പറഞ്ഞു നോക്കുക. 1 into 1 1, 1 2s are 2, 1 3s are 3, 1 4s are 4. So multiply 4, 1 4s are 4. ഈ 4 ന്റെ ടേബിൾ പറയാം. 1 4 is 4, 2 4s are 8, 3 4s are 12, 4 4s are 16. So ആൻസർ ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ 16 ന്റെ ടേബിൾ നോക്കുക. 16 ന്റെ ടേബിൾ അറിയില്ലെങ്കിൽ ആദ്യം വന്ന രണ്ടെണ്ണം 4 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 4 തന്നെ. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ നോക്കുക, സെയിം ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലത്തെ നമ്പറിനെ നിങ്ങൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ആദ്യത്തെ രണ്ട് നമ്പർ
1 forward. അതുപോലെ തന്നെ 4 നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടും. അങ്ങനെയുള്ള നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ ബി 1636. 1636. 1636 means okay, increase ചെയ്യുകയാണെന്ന് മനസ്സിലായി. അഡിഷൻ ആണോ ഇല്ലെന്ന് നോക്കാം. 1 ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 6 കിട്ടും പ്ലസ് 5. നെക്സ്റ്റ് 6 ന്റെ കൂടെ എത്ര കിട്ടിയാൽ 36 കിട്ടും. 6 ന്റെ കൂടെ എത്ര കൂട്ടണം? 30 ഉണ്ട്. നോക്കിക്കേ 5 30 ഇതൊന്നും യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പോകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മൾട്ടിപ്ലിക്കേഷൻ ആണ്. യെസ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ 1 into 1 1 1 into 2 2 1 into 3 3 1 into 4 4 1 5 are 5 1 6 are 6. സോ 1 നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടി. ഇനി 6 ന്റെ ടേബിൾ വരണം. 36 വരുന്നത് വരെ 1 66 2 6 are 12 3 6 are 18 4 6 are 24 5 6 are 30 6 6 are 36 6 6 are 36. അപ്പോൾ ഇവിടെ നോക്കിക്കേ 6 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ we can easily multiply 36 by 6. 6 6 are 36 and carry 3. Next 3 6 are 18 18 plus 3 18 19 20 21. Answer is 216. Okay, right? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ 6 വെച്ചു മൾട്ടിപ്ലൈ ചെയ്തു. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സി 1 2 4 8. Okay, 1 2 4 8 1 2 4 8 ഇൻക്രീസിംഗ് ആണ്. ഇനി ഇൻക്രീസിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പം അഡിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നേ നമുക്ക് നോക്കേണ്ടത്. അഡിഷൻ ആണോ എന്ന് നമ്മൾ കൂട്ടി നോക്കിയാൽ മതി. അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 2 ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്. ഇവിടെ 2 ഇവിടെ 8 ൽ നിന്ന് 4 പോയാൽ 4 1 2 4 എത്ര വെച്ച് കൂടി വരുന്നു? അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല. ഉണ്ടോ? ഇല്ല. ഇനി നമുക്കൊന്ന് മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാലോ. 1 2 is 2 1 നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടി. ഇനി 2 ന്റെ ടേബിൾ പറയാം. 2 1 2 is 2 2 2s are 4 വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും 4 കിട്ടി. 4 into 2 4 2s are 8. അപ്പം വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? എല്ലായിടത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് തൊട്ടടുത്ത നമ്പർ കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റിലത്തെ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് 8 2s are 1 2 is 2 2 2s are 4 3 2s are 6 4 2s are 8 5 2s are 10 6 2s are 12 7 2s are 14 8 2s are 60. Answer is 60. മനസ്സിലായോ? എളുപ്പമാണോ അതൊക്കെ ചെയ്യാൻ? ടേബിൾ അറിയണം, ആഡ് ചെയ്യാൻ അറിയണം, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയണം, സബ്ട്രാക്ട് ചെയ്യാൻ അറിയണം. വേണ്ടേ? ഇതെത്ര അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ എളുപ്പത്തുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പം ഇൻക്രീസിംഗ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം നോക്കുക. അഡിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? അതായത് ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ ആണോ ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺ ആണോ? അഡിഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് നമ്പർ തമ്മിൽ അടുപ്പിച്ചുള്ള രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് മീൻസ് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ഒരേ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതെങ്കിൽ നിങ്ങൾ അത് കൂട്ടിയാൽ വേണ്ടിയാണ്. അതില്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള നമ്പേഴ്സ് വെച്ചാണ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ മുമ്പേ കണ്ടില്ലേ 4 2 4 2 ഇങ്ങനെ പോകുന്നില്ലേ? അതായത് -4 -2 -1 -2 ഇങ്ങനെയാണെന്ന് നോക്കുക. ഇങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഉറപ്പിക്കാം? ഇറ്റ്സ് എ ജോമെട്രിക് പാറ്റേൺ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് നമ്പറിന്റെ ടേബിൾ പറയുക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടും. ആ നമ്പർ കൊണ്ട് രണ്ടാമത്തേത് ചെയ്യുമ്പോൾ കിട്ടുന്നു. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ അങ്ങനെ നോക്കുക. സെയിം നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതെങ്കിൽ ലാസ്റ്റിലത്തെ നമ്പറിലൂടെ ആ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. സോ ഹിയർ 2 is multiplied with 8 we got 60. Okay, right? One more question is there. 2 4 60 2 4 okay 2 4 16. Next you want to find out. Here is
നോക്കിയാൽ 2 15 യാതൊരു മാറ്റമില്ലാത്ത നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുമോ? ഇല്ല. അപ്പോൾ ഇവിടെ അതേപോലെ ജോമെട്രി ഗ്രോത്ത് ആണ്. ഇവിടെ വരുന്നത് ജോമെട്രി. അപ്പോൾ നിങ്ങൾ ഓർത്തോളം ഇതിനകത്ത് മാക്സിമം ജോമെട്രി ഗ്രോത്ത് ആയിരിക്കും വരുന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ. കൂടുതലും മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് നോക്കാം, താഴോട്ട് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 1 2 is 2, 2 2s are 4. Oh, here is multiply by 2, 2 2s are 4. Next 1 4 is 4, 2 4s are 8, 3 4s are 12, 5 4s are 20, 4 4s are 5 4s are 20. അതിന് മുമ്പ് എന്തുണ്ട്? 4 4s are 16. So here 2 into 4, 4 4s are 16. നോക്കിക്കേ 2 4 മൾട്ടിപ്ലൈ ആദ്യം 2 വെച്ച് പിന്നെ 4 വെച്ച്, അങ്ങനെ ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 2 വെച്ചായിരിക്കും. നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിക്രീസിംഗ് പാറ്റേൺ പഠിച്ചില്ലേ? അതിനകത്ത് ഇങ്ങനെ സീരീസ് വരുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? 2 + 2 + 4 + 2 + 4 അങ്ങനെ. അതേപോലെ into, അതായത് മൾട്ടിപ്ലൈ ബൈ 2 മൾട്ടിപ്ലൈ ബൈ 4. അപ്പോൾ നെക്സ്റ്റ് what will come? Multiply by 2. So 16 into 2. 6 2s are 16 into 2 13. That's what 6 2s are 12. Carry 1. 1 2 is 2. 2 + 1 30. So answer is 32. That's all. Okay. മനസ്സിലായോ? ഓക്കെ. ഇനിയുണ്ട് ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ചെയ്യാം. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് റിവിഷൻ തന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യനൂടെ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടണം. അത് നമുക്ക് റിവിഷൻ ക്ലാസ് ആയിട്ട് വീണ്ടും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കുട്ടി ഇട്ടത് കൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്തത്. ഒന്നുകൂടെ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. Question number E. 45, 55, 65, 75. It's very simple. ഇപ്പം തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും 45, 55, 65, 75. What will be the next number? എന്തായിരിക്കും? 85 of course. 85 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കൂട്ടി നോക്കേണ്ട കാര്യമില്ല, കുറച്ച് നോക്കേണ്ട കാര്യമില്ല, കുറിച്ച് നോക്കേണ്ട. ഇൻക്രീസിംഗ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് സ്റ്റെപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ 85 കിട്ടിയെന്ന് മനസ്സിലാകാത്ത കുട്ടികൾ, പല കുട്ടികളും പെട്ടെന്ന് 85 എന്ന് പറഞ്ഞു കഴിഞ്ഞു. ചിലർക്ക് പെട്ടെന്ന് കൊണ്ട് കിട്ടിയില്ല. അങ്ങനെ കിട്ടാത്തവർക്ക് വേണ്ടി നമുക്കൊന്ന് നോക്കാം. 45, 55. അപ്പൊ എത്ര ഇത് ഇൻക്രീസിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ആഡ് ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. ആഡ് ആണോ എന്നറിയാൻ ആദ്യത്തെ രണ്ട് നമ്മൾ കുറച്ച് നോക്കുക. 45 10 ആണ് ഇവിടെ ആഡ് ചെയ്തത്. ഇനി അടുത്ത രണ്ടെണ്ണം 65 - 55 10. ഇവിടെ 10 ആണ്. ഓക്കെ, ഇവിടെ 10 കൂട്ടി. അപ്പോൾ ഇത്ര. ഇനി അടുത്ത ഒന്നുകൂടെ നോക്കിക്കേ. 75 - 65 0 7 - 6 1. ഇവിടെ 10 ആഡ് ചെയ്തു. അപ്പോൾ ഓഫ് കോഴ്സ്ലി here is also added 10. That is 75 plus 10 is equal to 85. മനസ്സിലായോ? മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഇൻക്രീസിംഗ് പാറ്റേണിലെ അഡിഷൻ ആണ്. ഇതുവരെ നമ്മൾ നോക്കിയപ്പോൾ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ജോമെട്രിക് ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ EF 2 10 50 50. Okay. Look, here is also increasing. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അഡിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. അഡിഷൻ ആണെന്ന് കുറച്ച് നോക്കാം. 10 - 8 10 - 2 8. 50 - 10 40. നോക്കിക്കേ, ഇത് തമ്മിൽ എന്തെങ്കിലും യോജിപ്പുണ്ടോ? ഒരു കോമ്പിനേഷനും ഇല്ല. അപ്പോൾ ഇൻക്രീസിംഗ് അഡിഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായിരിക്കും പിന്നെ വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ടേബിൾ പറഞ്ഞു നോക്കുക. 2ന്റെ ടേബിൾ. 1 2 is 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 5 2s are 10. So 5. So 10 5s are 50. 5 10s are 50. Here is also multiplied by 5. 2 5s are 10, 10 5s are 50. So here is also multiplied by 5. 50 into 5. 50 into 5. What is the answer? 0 5s are 0, 5 5s are 25. So
6, 18, 54. 2, 6, 18, 54. Okay. ഫസ്റ്റ് നിങ്ങൾ ചെയ്യാം ഇൻക്രീസിംഗ് പാറ്റേൺ ആണ്. ഇൻക്രീസിംഗ് പാറ്റേൺ അഡിഷൻ ആണോ അതോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അഡിഷൻ ആണെങ്കിൽ ഇവിടെ 2 + 4 വരും. 6 + 18 അവിടെ ആകുമ്പോൾ എത്ര വരും? 12 വരും. അടുത്തത് 54. 54 മൈനസ് 12 18 എടുത്ത് നോക്കുക. 6 36. ഇവിടെ നോക്കിയാൽ 4 12 36. ഇങ്ങനെയാണ് ഈ ഡിഫറൻസ് വന്നേക്കുന്നത്. ഈ ഡിഫറൻസ് വന്നേക്കുന്നതിനകത്ത് യാതൊരു കോമ്പിനേഷൻ ഇല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ഓൾസോ എ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലൈ ബൈ ടേബിൾ പറയുക. 1 2 is 2, 2 2s are 4, 3 2s are 6, 4 2s are 8. പോണോ? വേണ്ട. 3 2s are 6 കിട്ടി. അപ്പോൾ ഇവിടെ എത്രയാണ്? 3 2s are 6. നെക്സ്റ്റ് 6 ന്റെ ടേബിൾ. 1 6 is 6, 2 6 are 12, 3 6 are 18. നെക്സ്റ്റ് വീണ്ടും 3. 18 into 3 54. So next again 54 into 5. 5 4s are 20. 20 is 0. 2. 5 5s are 25. 25 plus 2. 27. 2 7 0. കണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ 3 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ തെറ്റിപ്പോയി. സോറി. 54നെ 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 54 into 3. 4 3s are 12. Carry 1. 5 3s are 15. 15 plus 1 16. 162. That is the answer. Right? Okay. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ജി വരെയായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 8. 3 9 27. Okay. Look, it is also increasing pattern. Is it multiplication or addition? Addition ആണെന്ന് ആദ്യം കുറച്ച് നോക്കുക. 9 minus 3 6. 27 minus 9 എത്ര വരും? 6 8. 27 minus 9 17 8. അപ്പോൾ ഇവിടെ 8 വരും. 6 8 അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. 6 8. അപ്പോൾ അടുത്ത ഏത് വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ. 3 9 27 ഏതിൻ്റെയോ ഒരു ടേബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിൻ്റെയോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിട്ട് തോന്നുന്നു ഉണ്ടല്ലോ. അപ്പോൾ അത് ഏതിൻ്റെ ടേബിൾ ആണെന്ന് ചില കുട്ടികൾക്കൊക്കെ പിടി കിട്ടി. ഏതിൻ്റെ ടേബിളാണ്? യെസ് 3യുടെ ടേബിൾ ആണ്. എങ്ങനെ മനസ്സിലായി? 3 3s are 9, 9 3s are 27. Then what next? 1 3 is 3, 3 3s are 9, 27 into 3. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് ആണെന്ന് മനസ്സിലായി. അപ്പോൾ 27 into 3. ഈ നമ്പേഴ്സ് എല്ലാം 3യുടെ ടേബിളിലേക്ക് അടുപ്പിച്ച് വരുന്നില്ല. ഓരോരുത്തർ വിട്ടിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ അപ്പം നമുക്ക് മനസ്സിലായി 3യുടെ ടേബിൾ ആയതുകൊണ്ട് 3 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. Multiply ചെയ്ത് നോക്കുക. 7 3s are 21. 2 2 3s are 6. 6 plus 2 8. Answer is 81. Right? ആണോ? മനസ്സിലായില്ലേ? ഇത് വെരി സിമ്പിൾ അല്ലേ? 3 3s are 9. 9 3s are 27. 27 3s are 81. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 8 16 24 32 dash is also an increasing pattern. Is it addition or multiplication? We want to find out that. Just look. 8 dash 16. 8 plus 8 16. 16 plus 8 24. 24 plus 8 32. So next എന്തായിരിക്കും?
ഈ 32 പ്ലസ് 8 32 പ്ലസ് 8 എന്തായിരിക്കും 32 പ്ലസ് 8 40 ആൻസർ ഈസ് 40 ഓക്കെ ഇത് വെരി ഈസി ആയിരുന്നു അഡിഷൻ ആയിരുന്നു ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ യൂസിങ് അഡിഷൻ ആയിരുന്നു മുകളിലെ ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ അല്ല ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ബൈ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഇവിടെ അഡിഷൻ ആയിരുന്നു ഓക്കെ നെക്സ്റ്റ് ജെ അങ്ങനെയാണ് പാറ്റേൺ പോകുന്നത് ഇൻക്രീസ് ചെയ്താണ് വരുന്നതെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇൻക്രീസ് ചെയ്തേക്കുന്നത് അഡിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡിഷൻ ആണോ നമുക്ക് കുറച്ച് നോക്കാം 38 മൈനസ് 29 ഇവിടെ 9 ഇവിടെ 9 ആഡ് ചെയ്തു അടുത്തത് നോക്കാം 47 മൈനസ് 38 17 3 17 മൈനസ് 8 9 0 ഇവിടെയും പ്ലസ് 9 ആണ് അടുത്തത് നോക്കിക്കേ 56 അപ്പോൾ ഒരു ഐഡിയ വരുന്നുണ്ട് 9 വെച്ചുള്ള അഡിഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ അല്ല സെയിം നമ്പേഴ്സ് വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലായി അഡിഷൻ ആണ് 16 ഇവിടെ 4 മൈനസ് 4 0 9 അപ്പോൾ ഇവിടെ വീണ്ടും 9 നെക്സ്റ്റ് 56 ഇനി ഇവിടെ എന്ത് ചെയ്യണം അപ്പോൾ ഈ 56 ന്റെ കൂടെ 9 ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്പർ 65 റൈറ്റ് മനസ്സിലായോ അപ്പോൾ ഇൻക്രീസിംഗ് പാറ്റേൺസ് ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് പോകുന്നത് ഇതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇൻക്രീസിംഗ് ആണെന്ന് മനസ്സിലായി ആൻഡ് യു ചെക്ക് ഇസ് ഇറ്റ് ജോമെട്രിക് ഗ്രോത്ത് ഓർ ഇൻക്രീസിംഗ് ഗ്രോത്ത് ഇൻക്രീസിംഗ് ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ വിച്ച് നമ്പർ ഏത് നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു നോക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ആദ്യത്തെ രണ്ട് നമ്പറിലൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 90 പിന്നത്തെ രണ്ട് മൂന്നൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 90 എല്ലായിടത്തും 9 ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്പറിലൂടെ 9 ആഡ് ചെയ്ത് എഴുതണം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് വാട്ട് ടൈപ്പ് ഓഫ് നമ്പർ പാറ്റേൺസ് ആർ ദീസ് ആർ ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺസ് ആൻഡ് ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺസ് യൂസിങ് അഡിഷൻ ആൻഡ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ഇത് രണ്ടും വരുന്നുണ്ട് യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് യൂസ് അഡിഷൻ ഈ രണ്ട് രീതിയിലും വരുന്നതാണ് ഇൻക്രീസിംഗ് ഗ്രോത്ത് പാറ്റേൺ എന്നും ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺസ് ഓക്കെ അതായത് നമ്മൾ നമ്പർ പാറ്റേൺസ് എന്നുള്ള ഈ പാറ്റേൺസ് എന്നുള്ള ലെസണിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇത്തിരി ടഫുള്ള കാര്യം ആദ്യത്തെ റിവിഷനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതെല്ലാവർക്കും മനസ്സിലായിരുന്നല്ലോ അല്ലേ എക്സസൈസ് 4.1 എല്ലാവർക്കും മനസ്സിലായോ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം പിന്നെ ടെസിലേഷൻ ആയിരുന്നു ടെസിലേഷൻ ഈസ് ക്രിയേറ്റഡ് വെൻ എ ഷേപ്പ് ഈസ് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ എഗെയിൻ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ടെസിലേഷൻ എന്ന് പറയുന്നത് ഹണി കോമ്പ് ഫുട്ബോളിൻ്റെ ആ പാറ്റേൺ അതേപോലെ ടൈലുകൾ അങ്ങനെ അടുക്കി വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു പേര് പറയാൻ ടെസിലേഷൻ അല്ലെങ്കിൽ ടൈല് എന്നൂടെ പറയാം ടെസിലേഷൻ അല്ലെങ്കിൽ ടൈൽ ടെസിലേഷൻ ടെസിലേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഇതൊരു പാറ്റേൺ സപ്പോസ് ദിസ് എ പാറ്റേൺ ഇറ്റ് റിപ്പീറ്റ്സ് അഗൈൻ ആൻഡ് അഗൈൻ റിപ്പീറ്റ് ആൻഡ് അഗൈൻ റിപ്പീറ്റ് കണ്ടോ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ഒരു പാറ്റേൺ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇടയ്ക്ക് ഗ്യാപ്പുകളൊന്നുമില്ല അങ്ങനെയുള്ള പാറ്റേണാണ് എന്ന് പറയുന്നത് ടെസിലേഷൻ അല്ലെങ്കിൽ ടൈലിംഗ് ചോദിക്കത്തില്ല എന്നല്ല നിങ്ങളുടെ ഐഡിയ ലോജിക്കൽ ഐഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ഇത് 2-3 ക്വസ്റ്റ്യൻസ് അതിൽ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ തന്നിരിക്കുന്ന പാറ്റേൺസ് ഉപയോഗിച്ച് 2-3 പാറ്റേണുകളൊക്കെ ഉണ്ടാകും 2-3 ഷേപ്പുകൾ ഉപയോഗിച്ച് പാറ്റേൺ
ട്രയാങ്കിളിന്റെ പാറ്റേൺ. അപ്പോൾ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് പല കളേഴ്സ് ഉപയോഗിക്കാം. മനസ്സിലായോ? ഇവിടെ റെഡ്, ഇവിടെ റെഡ്, ഇവിടെ റെഡ്, ഇവിടെ റെഡ്, ഇവിടെ ബ്ലൂ, 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 അങ്ങനെ വേണേ വെച്ച് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു ടൈലിംഗ് നടത്തുമ്പോൾ ഏത് രീതിയിലുള്ള പാറ്റേൺസ് യൂസ് ചെയ്യുന്ന കളർ ഉപയോഗിച്ച്. ഇനി ട്രയാങ്കിൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ഹിയർ ഈസ് ഓൾസോ അനദർ ട്രയാങ്കിൾ. ഞാൻ തല തിരിച്ച് വെച്ചു. നെക്സ്റ്റ് ഇങ്ങനെ വെച്ചു, വെച്ചു. ഓക്കെ, വീണ്ടും വേണം നിങ്ങൾക്ക് ഇങ്ങോട്ടൊരെണ്ണം വെക്കാം, ഇങ്ങോട്ടൊരെണ്ണം വെക്കാം, നെക്സ്റ്റ് ഇങ്ങനെ വെക്കാം. ഇതൊരു ടൈം. അപ്പോൾ ഇതെല്ലാം ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇത് വേണേൽ ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഇഷ്ടമുള്ള കളറുകൾ കൊടുത്ത് നിങ്ങൾക്ക് ഇത് ഷെയ്ഡ് ചെയ്ത് വൃത്തിയാക്കാം. ഇനി ഇത് രണ്ടും കൂടെ ചേരുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇങ്ങനെ വെച്ചു ട്രയാങ്കിൾ, next here is also a triangle. Okay, next look, here is also another triangle. Another pattern. In this pattern scale ഒക്കെ ഉപയോഗിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പം ഇതിനകത്ത് ഈ ഫസ്റ്റ് പിക്ചർ വന്നിട്ടുണ്ട്, ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ യൂസ് ചെയ്ത് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഗ്യാപ്പ് വരരുതെന്ന് മാത്രമേ ഉള്ളൂ അവർ പറയുന്നത്. ഗ്യാപ്പ് വരാൻ പാടില്ല. ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് വരയ്ക്കാവുന്നതാണ്. പിന്നെ വേറെ ഷേപ്പ് ഡയമണ്ടിന്റെ വേറെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ ഉപയോഗിച്ച് വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി ചെയ്തില്ലേ, അതായിട്ട് കണക്കാക്കിയാൽ മതി. ഇത് മാത്സ് ഒന്നും അല്ല, കൂട്ടാനില്ല കുറയ്ക്കാനില്ല, വരയ്ക്കാൻ നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ച് വരയ്ക്കുക. അടുത്ത ഒരെണ്ണം പറഞ്ഞിട്ടുള്ള ഒരു ഡയമണ്ട് 4 സൈഡ് ഉള്ളതാണ്. നെക്സ്റ്റ് 6 സൈഡ് ഉള്ള ഒരു ഹെക്സഗൺ. 6 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് രണ്ടും ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെക്സഗൺ മാത്രമായിട്ട് ഉപയോഗിച്ച് നോക്കാം. മെസ്സേജ് ചെയ്താൽ മതി. വീണ്ടും നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരാം. ആരും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത്, ക്ലിയർ ചെയ്ത് പോകണം. നന്നായിട്ട് നല്ല മാർക്കൊക്കെ മേടിക്കണ്ടേ? മേടിക്കണം. ടെസ്റ്റ് പേപ്പറിനും
അതേപോലെ എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.